ഇന്ന് ഒക്ടോബർ 4 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. കോമ്പറ്റീഷൻസ് എവിടെയുമുണ്ട്. പക്ഷേ കോമ്പറ്റീഷനിൽ വിജയിക്കുക എന്നതാണ് നമ്മുടെ കഴിവ്. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സ്പോർട്സ് പേജ്. നമുക്ക് കാണാൻ സാധിക്കും കോമ്പറ്റീഷനും അതിൽ വിജയിക്കുന്ന പേരും അല്ലെങ്കിൽ വിജയിക്കുന്ന ടീം അവരുടെ ഒരു പ്രയത്നമാണ്. അതുപോലെ തന്നെ നമ്മളും പ്രയത്നിച്ചാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതിന് നമ്മൾ സമയം കണ്ടെത്തിക്കൊണ്ട് പ്രയത്നിച്ചാൽ മാത്രം മതി. ജേഡ്സ് കറണ്ട് അഫേഴ്സും ഓരോ ദിവസം ഏറ്റവും ബെസ്റ്റ് ലെവലിൽ കറണ്ട് അഫേഴ്സ് നൽകാൻ ശ്രമിക്കുന്നു. ഇന്ന് ഒക്ടോബർ 4 നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ് ദി വികസിത് ഭാരത് ബിൽഡത്തോൺ 2025. വികസിത് ഭാരത് ബിൽഡത്തോൺ 2025 മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യ ഒട്ടാകെയുള്ള ഏറ്റവും വലിയൊരു പ്രോഗ്രാം ആണ് വികസിത് ഭാരത് ബിൽഡത്തോൺ 2025. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ ഏറ്റവും വലിയൊരു പ്രോഗ്രാം ആയിട്ടുള്ള വികസിത് ഭാരത് 2025 ഇത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ക്ലാസ് 6 മുതൽ 12 വരെയുള്ള കുട്ടികൾക്കാണ്. അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാ ലെവലിലും, സ്കിൽ എന്ന ലെവലിലും കോമ്പറ്റീഷൻ എന്ന ലെവലിലും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന്റെ വളരെ വലിയൊരു പ്രോഗ്രാം ആണ് വികസിത് ഭാരത് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം അടൽ ഇന്നൊവേഷൻ മിഷനും നീതി ആയോഗ് എന്നിവ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാം ആണ്. കുട്ടികളെ എൻഗേജ് ആക്കുന്ന ലെവലിലുള്ള 6 മുതൽ 12 വരെയുള്ള കുട്ടികളെ എൻഗേജ് ആക്കുന്ന ലെവലിലുള്ള ഒന്നാണ് വികസിത് ഭാരത് ബിൽഡത്തോൺ 2025. പ്രധാനമായിട്ടും പറയുമ്പോൾ 4 തീം ആസ്പദമായിട്ടാണ് വികസിത് ഭാരത് ബിൽഡത്തോൺ ഉള്ളത്. ഒന്ന് ആത്മനിർഭർ ഭാരതും, സ്വദേശി, വോക്കൽ ഫോർ ലോക്കൽ, സമൃദ്ധി എന്ന പേരിൽ ഉള്ള ഈ ഒരു പ്രോഗ്രാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒന്നാണ് വികസിത് ഭാരത് ബിൽഡത്തോൺ 2025. ആത്മനിർഭർ ഭാരത് എന്ന് പറയുമ്പോൾ സ്വയാസ്ത്ര സംവിധാനങ്ങളും പരിഹാരങ്ങളും സൃഷ്ടിക്കൽ. സ്വദേശി എന്ന ആ ഒരു തീം അത് പ്രധാനമായിട്ടും തദ്ദേശീയ നവീകരണത്തെ പരിപോഷിക്കുക. പ്രാദേശിക ആവശ്യങ്ങൾക്കായി ശബ്ദമുയർത്തുന്നു. വോക്കൽ ഫോർ ലോക്കൽ എന്നത് പ്രാദേശിക ഉൽപ്പന്നങ്ങൾ, കരകൗശല വസ്തുക്കൾ, വിഭവങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നു. സമൃദ്ധി എന്നത് സമൃദ്ധിക്കും സുസ്ഥിര വളർച്ചയ്ക്കും വഴിയൊരുക്കുന്നു. ഈ 4 തീമിന് ആസ്പദമായിട്ടുള്ള ഒന്നാണ് വികസിത് ഭാരത് ബിൽഡത്തോൺ 2025. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് മീരാബായ് ചാനു വിൻസ് സിൽവർ, സെറ്റ് 2 നാഷണൽ റെക്കോർഡ്സ്. 2 ദേശീയ റെക്കോർഡുകൾ സൃഷ്ടിച്ച് മീരാബായ് ചാനു വെള്ളി നേടി. ഇതും ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ്. സ്പോർട്സ് ആയി ബന്ധപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. വേൾഡ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് 2025 മീരാബായ് ചാനു സിൽവർ മെഡൽ നേടിയിട്ടുള്ളത്. 48 കിലോഗ്രാം ഡിവിഷനിലാണ് വേൾഡ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് 2025 മീരാബായ് ചാനു ഈ ഒരു നേട്ടം കൈവരിച്ചിട്ടുള്ളത്. വേൾഡ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് നോർവേയിലെ ഫോർഡൻ സ്ഥലത്ത് ഒക്ടോബർ 2 മുതൽ ഒക്ടോബർ 11 വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ് വേൾഡ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ്. ഈ ഒരു മത്സരത്തിലാണ് മീരാബായ് ചാനു സിൽവർ മെഡൽ നേടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നാഷണൽ റെക്കോർഡ് തകർത്തിട്ടുള്ളതും. 199 കിലോഗ്രാം വെയ്റ്റ് ഉയർത്തിക്കൊണ്ടാണ് മീരാബായ് ചാനു വേൾഡ് വെയ്റ്റിംഗ് ലിഫ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ നേടിയിട്ടുള്ളത്. ഇതിനു മുമ്പ് 2 പ്രാവശ്യം നേടിയിട്ടുള്ള വ്യക്തിയാണ് മീരാബായ് ചാനു. ഈ പ്രാവശ്യം കൂടി ആയിക്കഴിഞ്ഞപ്പോൾ 3 ടൈംസ് മെഡലിസ്റ്റ് ആണ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ വേൾഡ് തലത്തിൽ നേടിയിട്ടുള്ള മെഡൽ. അടുത്തൊരു ന്യൂസ് ഹെഡിംഗ് ആണ് UPSC at 100, a centenary shaping India civil service. UPSC 100ാം സ്ഥാനം, ഇന്ത്യയുടെ സിവിൽ സർവീസ് രൂപപ്പെടുത്തിയതിൻ്റെ ഒരു നൂറ്റാണ്ട്. UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ 100 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം UPSCയുടെ ആ റോൾ എന്താണ്. പ്രധാനമായിട്ടും പറയുമ്പോൾ സിവിൽ സർവീസ്, അതുപോലെ തന്നെ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന മിക്കവാറും എല്ലാ എക്സാംസും കണ്ടക്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് UPSC. UPSCയുടെ 100ാമത്തെ വർഷമായിരുന്നു. നമുക്ക് കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2025 ഒക്ടോബർ 1 UPSC 100 വർഷം പൂർത്തിയാക്കിയിട്ടുള്ളത്. 2025 ഒക്ടോബർ 1 UPSC കംപ്ലീറ്റഡ് ഇറ്റ്സ് 100 ഇയേഴ്സ്. 1926 ഒക്ടോബർ 1 UPSC ഇത് ഫോം ചെയ്തിട്ടുള്ളത്. 1926 ഇപ്പോഴത്തെ ലെവൽ പറയുമ്പോൾ 100 വർഷം ആണ് UPSC പൂർത്തിയാക്കിയിട്ടുള്ളത്. UPSCയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആണ് ഡോക്ടർ അജയ് കുമാർ. 1926 ഒക്ടോബർ 1
ആ സമയത്ത് ലീ കമ്മീഷൻ ആണ് UPSC ഫോം ചെയ്യുന്നതിനെ കുറിച്ചുള്ള റെക്കമെൻഡേഷൻ വന്നിട്ടുള്ളതും അതനുസരിച്ച് ലീ കമ്മീഷന്റെ റെക്കമെൻഡേഷനിലാണ് 1926 ഒക്ടോബർ 1 യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സ്ഥാപിതമായിട്ടുള്ളതും 3 പില്ലേഴ്സ്, അതായത് 3 പ്രധാനപ്പെട്ട തീമിന്റെ അടിസ്ഥാനത്തിലാണ് UPSC പ്രവർത്തിക്കുന്നത്. ഒന്ന്, ട്രസ്റ്റ്, ഇന്റഗ്രിറ്റി ആൻഡ് ഫെയർനെസ്. വിശ്വാസം, സമഗ്രത, നീതി എന്ന രീതിയിലുള്ള 3 പില്ലേഴ്സ് ആണ് UPSCക്കുള്ളത്. ലീ കമ്മീഷന്റെ അടിസ്ഥാനത്തിലാണ് UPSC ഫോം ചെയ്തിട്ടുള്ളത് 1926 ഒക്ടോബർ 1. ഇപ്പോൾ ഈ വർഷം ഒക്ടോബർ 1 UPSC 100 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ് തെലങ്കാനാസ് 63 ഫുട്ട് ബാത്തുക്കമ്മ ബേസ്റ്റ് ഇൻ ടു ഗിന്നസ് ഗ്ലോറി. തെലങ്കാനയുടെ 63 അടി ഉയരമുള്ള ബാത്തുക്കമ്മ ഗിന്നസ് പ്രശസ്തിയിൽ ഇടം നേടി. എന്താണ് ബാത്തുക്കമ്മ? എത്ര ഗിന്നസ് റെക്കോർഡ് ആണ് തെലങ്കാനയിലെ ഈ ഒരു ഫെസ്റ്റിവൽ നേടിയിട്ടുള്ളത്? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. തെലങ്കാനയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് ബാത്തുക്കമ്മ ഫെസ്റ്റിവൽ. ഈ ഫെസ്റ്റിവലിലാണ് ഇപ്പോൾ 2 ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒന്ന് പൂക്കൾ അലങ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടും മറ്റൊന്ന് ഡാൻസ് ആണ്. സെപ്റ്റംബർ 29 ആയിരുന്നു ഈ കഴിഞ്ഞ സെപ്റ്റംബർ 29 ബാത്തുക്കമ്മ ഫെസ്റ്റിവൽ നടന്നിട്ടുള്ളത് തെലങ്കാനയിൽ. ഇതിൽ ഒന്ന് പൂക്കൾ അലങ്കരിക്കുന്ന ഫ്ലോറൽ ഡെക്കറേഷൻസ് ആയിരുന്നു. പൂക്കളത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പൂക്കളാണ് 10.5 ടൺ, അതായത് 10.5 ടൺ പൂക്കൾ ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ വലിയൊരു പൂക്കളമായിരുന്നു തെലങ്കാനയിലെ ബാത്തുക്കമ്മ ഫെസ്റ്റിവൽ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. 63.11 അടി ഉയരത്തിൽ, അത്രയും ഹൈറ്റിൽ ആയിട്ടുള്ള പൂക്കൾ ഇട്ടുകൊണ്ട് 11 അടി വീതിയിലുള്ള ഒരു വളരെ വലിയൊരു ഫ്ലോറൽ ഡെക്കറേഷൻ പൂക്കളമായിരുന്നു 10.5 ടൺ പൂക്കൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബാത്തുക്കമ്മ ഫെസ്റ്റിവൽ ബന്ധപ്പെട്ട് ഒരു ഡാൻസ് പ്രോഗ്രാം നടന്നു. 1354 ഒരേ ലെവലിലുള്ള ഒരേ സ്റ്റെപ്പ് വെച്ചുകൊണ്ടുള്ള ഒരു ഡാൻസ് പ്രോഗ്രാം. ഇതും ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടി. ഇത് ബാത്തുക്കമ്മ ഫെസ്റ്റിവൽ എന്ന ഫെസ്റ്റിവൽ ഇത് നടക്കുന്നത് തെലങ്കാനയിലാണ് എല്ലാ വർഷവും. ഇതുമായി ബന്ധപ്പെട്ട് 2 ഗിന്നസ് വേൾഡ് റെക്കോർഡ്, ഒന്ന് പൂക്കളുമായി ബന്ധപ്പെട്ടും മറ്റൊന്ന് ഡാൻസായി ബന്ധപ്പെട്ടുമുള്ള ഒരു പ്രോഗ്രാം ആണ് തെലങ്കാനയിൽ നടന്നിട്ടുള്ളത്. അടുത്തൊരു കറണ്ട് അഫയേഴ്സ് ആണ് 2025 ഇൻഡെക്സ് ഓഫ് എക്കണോമിക് ഫ്രീഡം. 2025 സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചിക. എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് അഫയേഴ്സ് ആണത്. എക്കണോമിക് ഫ്രീഡം 2025 സൂചിക പുറത്തിറക്കി. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്കണോമിക് ഫ്രീഡം 2025, അതായത് സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് ആണ് 128. 184 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ റാങ്ക് വളരെ പുറകിലാണ്. അതായത് 128 ഇന്ത്യയുടെ ഇപ്പോഴത്തെ റാങ്ക് 2025 എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ വന്നിട്ടുള്ളത്. 53.0 സ്കോർ ആണ് ഇന്ത്യ നേടിയിട്ടുള്ളത് ഈ ഒരു മേഖലയിൽ. ഇതിൽ ഏറ്റവും ടോപ്പിൽ വന്നിട്ടുള്ള രാജ്യമാണ് സിംഗപ്പൂർ. അത് കഴിഞ്ഞാൽ പിന്നെ സ്വിറ്റ്സർലാൻഡ്, അയർലൻഡ് എന്നിവയാണ്. 184 രാജ്യത്തെക്കുറിച്ച് എങ്ങും എടുത്തു പറഞ്ഞിട്ടില്ല. ഏറ്റവും ടോപ്പ് ലെവലിൽ മാത്രമേ അവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളൂ. ഏറ്റവും ടോപ്പ് ലെവലിൽ വന്നിട്ടുള്ള രാജ്യം സിംഗപ്പൂർ, ദെൻ സ്വിറ്റ്സർലാൻഡ്, അയർലാൻഡ് ആണ്. എക്കണോമിക് ഫ്രീഡത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം വന്നിട്ടുള്ള രാജ്യങ്ങൾ. ഇന്ത്യ 128ാമത്തെ റാങ്ക് ആണ് 184 രാജ്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ. ഇതിൽ ഇന്ത്യക്ക് വന്നിട്ടുള്ള ഏറ്റവും വലിയ കുറവെന്ന് പറയുമ്പോൾ വീക്ക് ഗവൺമെന്റ് ഇന്റഗ്രിറ്റിയാണ്. അതായത് ദുർബലമായിട്ടുള്ള സർക്കാർ സമഗ്രത എന്നതാണ് എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ്. മറ്റൊന്ന് ലിമിറ്റഡ് ലേബർ ഫ്രീഡം, പരിമിതമായിട്ടുള്ള തൊഴിൽ സ്വാതന്ത്ര്യം എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്. മൂന്നാമത്തത് പുവർ ഫിസിക്കൽ ഹെൽത്ത്, അതായത് മോശം സാമ്പത്തിക ആരോഗ്യം എന്ന ലെവലിലുള്ള 3 പോയിന്റ്സിന്റെ അടിസ്ഥാനത്തിലുള്ള കുറവാണ് ഇന്ത്യക്ക് വന്നിട്ടുള്ളത്. ഇതിൽ ഇന്ത്യയുടെ റാങ്ക് ആണ് 128. അടുത്തൊരു ന്യൂസ് റീഡിംഗ് ആണ് ഡെയിം സാറ മുല്ലാലി ഹാസ് ബിൻ നെയ്മഡ് ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി ഡെസിഗ്നേറ്റ്. ഡെയിം സാറ മുല്ലാലിയെ കാൻറ്റർബറി ആർച്ച് ബിഷപ്പായി നിയമിച്ചു. കോർമല്ല പത്രങ്ങളിൽ വന്നിട്ടുള്ളൊരു വാർത്തയാണ് ഡെയിം സാറ മുല്ലാലിയെ ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഡാം സാറ മുല്ലാലി ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി ഡെസിഗ്നേറ്റ് ആയിട്ട് നിയമിച്ചു. അതായത് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഹെഡ് എന്ന ലെവലിൽ വന്നിട്ടുള്ള ഒരു സ്ഥാനമാണ്. അത് ആദ്യമായിട്ടാണ് ഒരു വനിത ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് മിക്കവാറും എല്ലാ പത്രങ്ങളിലും വന്നിട്ടുള്ളത് ദ ഫസ്റ്റ് വുമൻ ടു ബി ചോസൻ ദ ഹെഡ് ഓഫ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ തലപ്പത്തെത്തുന്ന ഏറ്റവും ടോപ്പ് ലെവലെത്തുന്ന
ആദ്യത്തെ വനിത എന്ന് ചോദിക്കുമ്പോൾ അത് ഡാം സാറ, ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറിയിലെ ഡാം സാറ മുല്ലാലിയാണ്. കാൻറ്റർബറി കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ ഇത് സൗത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഏതാണ്ട് 500 വർഷം പഴക്കമുള്ള ഒരു ചർച്ച് ആണ്. വളരെ പ്രധാനപ്പെട്ട ആ ചർച്ചിൻ്റെ ഹെഡ് എന്ന ലെവലിൽ എത്തിയിട്ടുള്ള വ്യക്തിയാണ് ഡാം സാറ മുല്ലാലി. ഇതിനു മുമ്പ് 2018 ഫസ്റ്റ് ഫീമെയിൽ ബിഷപ്പ് ഓഫ് ലണ്ടൻ എന്ന ലെവലിൽ ഇലക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അതായത് 2006 ഡാം സാറ മുല്ലാലി പ്രീസ്റ്റ് ആയത്, ഒരു പുരോഹിതയായിട്ട് മാറിയതും 2018 ഫസ്റ്റ് ഫീമെയിൽ ബിഷപ്പ് ഓഫ് ലണ്ടൻ ആവുകയും 2025 ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിന്റെ ഹെഡ് എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ള, അതായത് ദ ഫസ്റ്റ് ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി ഡെസിഗ്നേറ്റിലെ വ്യക്തി എന്ന ലെവലിൽ വന്നിട്ടുള്ള വ്യക്തിയാണ് ഡാം സാറ മുല്ലാലി. 2006 പ്രീസ്റ്റ് ആകുന്നതിന് മുമ്പ് UK നാഷണൽ ഹെൽത്ത് സർവീസിലെ ചീഫ് നേഴ്സ് ആയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ്. അതായത് ചീഫ് നേഴ്സ് എന്ന ആ ഒരു മേഖലയിൽ നിന്ന് പിന്നീട് പുരോഹിതയായി മാറുകയും 2018 ഫസ്റ്റ് ഫീമെയിൽ ബിഷപ്പ് ഓഫ് ലണ്ടൻ ആവുകയും പിന്നീട് 2025 ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി ഡെസിഗ്നേറ്റിന്റെ ഏറ്റവും തലപ്പകത്തെത്തിയിട്ടുള്ള വ്യക്തിയാണ് ഡാം സാറ മുല്ലാലി. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ആണ് ഫോർമർ ഇന്ത്യൻ വുമൻസ് ക്യാപ്റ്റൻ ടു ബി ഇലക്റ്റഡ് പ്രസിഡന്റ് ഓഫ് ദി ഇന്ത്യൻ ക്രിക്കറ്റ് അസോസിയേഷൻ. മുൻ ഇന്ത്യൻ വനിതാ ക്യാപ്റ്റനെ ഇന്ത്യൻ ക്രിക്കറ്റേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കും. ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ വുമൻസ് ക്യാപ്റ്റൻ? നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സാന്ത രംഗസ്വാമിയാണ് ഇന്ത്യയുടെ ഫസ്റ്റ് വുമൺ ക്രിക്കറ്റർ. അതും ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് അസോസിയേഷന്റെ ആ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ വനിത. അതായത് ആ ഒരു സ്ഥാനത്ത് ഇതുവരെയും ഒരു വനിത എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ട് ഇലക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ് ശാന്ത രംഗസ്വാമി, ഫസ്റ്റ് വുമൺ ക്രിക്കറ്റർ ടു ഹെഡ് ദി ഇന്ത്യൻ ക്രിക്കറ്റർ അസോസിയേഷൻ ICA. ശാന്ത രംഗസ്വാമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യൻ വുമൻസ് ടീമിന്റെ ആദ്യത്തെ ക്യാപ്റ്റൻ ആയിരുന്നു. ഇന്ത്യൻ വനിതാ ടീമിന്റെ ദ ഫസ്റ്റ് ക്യാപ്റ്റൻ എന്ന് ചോദിക്കുമ്പോൾ അത് ശാന്ത രംഗസ്വാമിയാണ്. 1983-84 സമയങ്ങളിലെ ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്ത വ്യക്തിയാണ് ശാന്ത രംഗസ്വാമി. 16 വുമൻസ് ടെസ്റ്റ് മത്സരങ്ങളും 19 വുമൻസ് ODI മത്സരങ്ങളും പങ്കെടുത്തിട്ടുള്ള ഇന്റർനാഷണൽ ലെവലിൽ ഏറ്റവും തിളങ്ങി നിന്നിട്ടുള്ള വ്യക്തിയാണ് ശാന്ത രംഗസ്വാമി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആയിട്ട് ഇലക്റ്റഡായി. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ജേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.